ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും രേണു സുധിയെന്ന് പറയാൻ പറ്റുന്നില്ല, രേഷ്മ തങ്കച്ചൻ തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പൊങ്കാല ഇടാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിനക്ക് വേറെ പണിയില്ലേ, നീ അവളെ വിറ്റ് കാശുണ്ടാക്കും. ഞാൻ അവിടെ കാശൊന്നും ഉണ്ടാക്കാൻ ഞാൻ മോണിറ്റൈസ് ആയിട്ടില്ല പറയുന്നത്. എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല, എനിക്ക് അവളിൽ നിന്ന് ക്യാഷ് കിട്ടാനുമില്ല. ആ ഒരു വിഷയം കൊണ്ടല്ല ഞാൻ ഒരു വീഡിയോ, കാരണം സഹി കേട്ടിട്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ആ ഇട്ടതിനെ നിങ്ങൾ അവളുടെ ആ പിന്താങ്ങികളുണ്ടല്ലോ, അവർ വന്നിട്ടിട്ട കമൻസുകളും അത് കണ്ടപ്പോൾ പിന്നെ സഹിക്കാതെ എന്നാൽ പിന്നെ വെറുപ്പിച്ചേക്കാന്ന് പറഞ്ഞാൽ അവളെപ്പോലത്തെ വെറുപ്പിയിലല്ല കേട്ടോ. ഇതിൻ്റെ സത്യങ്ങൾ, അവൾ കാണിച്ചു കൂട്ടുന്ന സത്യങ്ങൾ എടുത്ത് നേരെ അറിയാൻ വേണ്ടിയിട്ട് ഇട്ട് തന്നിട്ട് വെറുപ്പിക്കാം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറൽ തരംഗമാണല്ലോ രേഷ്മ തങ്കച്ചൻ നമ്മുടെ ബിഷപ്പും. നമ്മുടെ ബിഷപ്പിനെ എടുത്തിട്ട് വിഷം തീണ്ടുന്നവൻ ബിഷപ്പ്, പിന്നെന്തുവാ വികാരി അച്ഛൻ, വികാരം കൊള്ളുന്നവൻ. ആരാ പറഞ്ഞെന്നും കൂടെ ഓർക്കണ്ടേ? അതൊന്നുകൂടെ ഓർപ്പിച്ചു തരാം, നിങ്ങളൊക്കെ എല്ലാം കണ്ടതല്ലേ. അവളുടെ ഫ്രണ്ട് സജീന വ്ളോഗർ, രേഷ്മ തങ്കച്ചൻ്റെ ഫ്രണ്ട് സജീന വ്ളോഗർ പറഞ്ഞതാണ്, വികാരം കൊണ്ടവനാണ് വികാരി അച്ഛൻ, വിഷം തീണ്ടുന്നവനാണ് ബിഷപ്പ്. എടോ, ബിഷപ്പ് എന്നാൽ എന്തെന്ന് അറിയോ? വികാരി അച്ഛൻ എന്ന പദത്തിന് എന്താണ് അർത്ഥമെന്ന് തനിക്കറിയോ? അറിഞ്ഞിട്ട് താൻ വ്ളോഗ് ചെയ്യുക. ഒരു വ്ളോഗറാണെന്ന് പറഞ്ഞിട്ട് വായി തോന്നുന്ന എല്ലാം വിളിച്ച് പറയാൻ പറ്റുന്നതല്ല. അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ എന്നുള്ള ഒരു പേര് ഇട്ടിട്ട് ഒരു ലോഹം ഇട്ടുകൊണ്ട് അവിടെ ഒരു പള്ളിക്കകത്ത് പോയിട്ട് വിശുദ്ധ കർമ്മങ്ങൾ ചെയ്യാനും മറ്റു കാര്യങ്ങളും ദിവ്യബലികളും ഒന്നും അർപ്പിക്കാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അങ്ങനെ അഥവാ പറ്റിയാൽ തന്നെ അങ്ങനെ ഒരു കള്ളലോഹം ഇട്ടുകൊണ്ട് ചെയ്താൽ തന്നെ അവർക്ക് നീണ്ടകാലം നിൽക്കാനും പറ്റില്ല. നമ്മളിപ്പോൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ബിഷപ്പ്, ആ കഥാപാത്രം എന്ന് പറയുന്ന ആ ഫാദർ, ആ ബിഷപ്പ് 2007 വൈദിക പട്ടം സ്വീകരിക്കുന്നത്. 2007, ഇപ്പോൾ 2025 കഴിയാറായി. 2007 അദ്ദേഹം കുർബാന പട്ടം സ്വീകരിക്കുന്നത്. കുർബാന പട്ടം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ക്ലേശങ്ങൾ അനുഭവിക്കണം. നീയോ ഞാനോ ഇവിടെ ഇരുന്നിട്ട് നമ്മൾ വ്ളോഗ് ഇടും പോലെയും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വായി തോന്നുന്ന വലിച്ചു വാരി പറയും പോലെ അല്ല വൈദിക പട്ടം. ആ വൈദിക പട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടണം, ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കണം, സഹനങ്ങൾ സഹിക്കണം. സഹിച്ചാൽ മാത്രമേ അവർക്ക് വൈദിക പട്ടം, ഇവർ വൈദിക പട്ടത്തിന് അർഹരാണ് എന്ന് സഭയ്ക്ക് തോന്നിയാൽ മാത്രമേ ആ വൈദിക പട്ടം അവർക്ക് കൊടുക്കുകയുള്ളൂ. വൈദിക പട്ടത്തിന് വേണ്ടിയിട്ട് പോയിട്ട് എത്രയോ മക്കൾ തിരിച്ചു വരുന്നുണ്ട്. അവരെ കൊണ്ട് ആ സഹനങ്ങൾ സഹിക്കാൻ പറ്റാതെ, അതിലോട്ട് നിലനിൽക്കാൻ പറ്റാതെ, അവരെ കൊണ്ട് അത്രയും സഹനങ്ങൾ സഹിക്കാൻ പറ്റാതെ അവർക്ക് ആ വൈദിക പട്ടം കിട്ടാൻ യോഗ്യരല്ല, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ സഹനങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ അവർ കണ്ണുനീരോടെ തിരിച്ചു വരുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് പരിചയമുണ്ട്. ആദ്യം താൻ വൈദികൻ എന്തെന്നറിയണം, അല്ലെങ്കിൽ ആദ്യം താൻ ഒരു സഭ എന്തെന്നറിയണം. ഇതൊന്നും അറിയാതെ വായി തോന്നും പോലെ തോന്നിയവാസം വിളിച്ച് പറയാനുള്ളതല്ല ഒരു ജാതി ഒരു മതവും. അതുകൊണ്ട് പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരും. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. രേണുവിൻ്റെ ഫ്രണ്ടാണല്ലോ ഈ സജീന വ്ളോഗർ. അവളൊരു പോസ്റ്റ് ഇട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബിഷപ്പിനെ കഥാപ്രസംഗനായിട്ടും മുലക്കച്ച കെട്ടി വന്ന ഒരു വേറെ ലെവൽ. എനിക്കത് പറയാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. ആ ഇടക്കെട്ടിനെ അവൾ പറഞ്ഞ പേര് മുലക്കച്ച എന്നാണ്. ഈ മുലക്കച്ച എന്നാൽ നിനക്ക് അറിയത്തില്ലേ മോളെ? അതാണോ ഇടക്കെട്ടിനെ പറയുന്നത്? ഇടക്കെട്ടിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് നിനക്കറിയോ? നമ്മളെ സൈനികരെയും നമ്മുടെ യുദ്ധ നേതാക്കന്മാരെയും നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യ ഭരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട് ഭരിക്കുന്ന ഓരോ ധീര ജവാന്മാർക്ക് ഓരോ പട്ടങ്ങൾ കൊടുക്കാറുണ്ട്. അതിനെയൊക്കെ നീ പേരിട്ട് വിളിക്കൂ? അത് അവരവർ ഓരോ നിലവാരത്തിലെത്തുമ്പോൾ അവരവർക്ക് കൊടുക്കുന്നതാണ് ഈ ഓരോ പട്ടങ്ങൾ. അതുപോലെയാണ് ബിഷപ്പ് എന്ന പട്ടം കിട്ടിയപ്പോഴും പുള്ളിക്കാരന് കിട്ടിയത്. പുള്ളിക്കാരൻ്റെ കയ്യിൽ ഒരു കുരിശ് വരെ ഉണ്ട്. ആ കുരിശിനുമുണ്ട് ഒരു പട്ടം, അതിനുമുണ്ടൊരടയാളം. ഇതൊന്നും മനസ്സിലാക്കാതെ വായി തോന്നിയവാസം പറച്ചിലല്ല. നീ നോവിച്ചത് ഒരു മതത്തെയാണ്, ഒരു മതത്തെ, ആ മതത്തെയും ആ സഭയെയും ആ സഭയിൽ അടങ്ങുന്ന ആൾക്കാരെയുമാണ് നീ നോവിച്ചു വിട്ടത് ഒരു ചെറിയൊരു പോസ്റ്റിലൂടെ. അതുപോലെ തന്നെ നീ പറയുന്നുണ്ട് രേണുവിന് സ്ഥലം കൊടുത്തത് വേറെ ദുരുദ്ദേശത്തിലാണെന്ന്. ആ ദുരുദ്ദേശമുള്ള നിനക്കൊക്കെ അതേ ചിന്തയായിട്ടുള്ളൂ.
രേണുവിനെ പണ്ടേ ബിഷപ്പ് അറിയുന്നൊരു വ്യക്തിയല്ല. 24x എന്നുള്ള ഒരു ചാനലിൽ നമ്മുടെ ശ്രീകണ്ഠൻ സാറ് ആ ഒരു ചാനലിൽ വന്ന ഒരു പ്രോഗ്രാമിൽ അച്ഛനോട് ആ സ്ഥലം വന്ന് രേണുസുതിക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രേണുവിന് ആ സ്ഥലം കിട്ടുക തന്നെ ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ വെച്ചാണ് ബിഷപ്പ് അത് ഓക്കെ അവർക്ക് കൊടുത്തേക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുകയും ആ സ്ഥലം കൊടുക്കുകയും ചെയ്യുന്നത്. ആ സ്ഥലത്തിൻ്റെ വാല്യൂ എത്രയാണെന്നറിയോ? 35-36 ലക്ഷം രൂപ വാല്യൂ ഉണ്ട്. 35 ലക്ഷം പോട്ടെ, നീ ഒരു 3 ലക്ഷം രൂപ നീ കൊടുക്കുമോ ഈ പറയണ നിൻ്റെ ഫ്രണ്ടിന് രേണുവിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും? 3 ലക്ഷം പോയിട്ട് 3 രൂപ നിന്നെ കൊണ്ട് വെറുതെ കൊടുക്കാൻ പറ്റുമോ? വലിയ വ്ളോഗറല്ലേ, നിന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ? പുള്ളിക്കാരൻ്റെ സ്വന്തം സ്ഥലം കേസ് പറഞ്ഞ് വാങ്ങിച്ചിട്ട് അത് പാവങ്ങൾക്ക് വീതിച്ച് കൊടുക്കുകയാണ്. ആ പുണ്യപ്രവൃത്തി ചെയ്യാൻ പറ്റുന്നവർക്കേ ചെയ്യാൻ പറ്റൂ. നിന്നെക്കൊണ്ട് എന്നെക്കൊണ്ട് നമ്മളെപ്പോലെ മറ്റുള്ളവരെ കൊണ്ട് ഈ ഒരു ദാനധർമ്മം ചെയ്യാനൊന്നും സാധിക്കില്ല. ഇപ്പോൾ 2 മുസ്ലിം സഹോദരങ്ങൾക്ക് 6 സെൻറ്റ് സ്ഥലം വീതം കൊടുക്കാൻ പോവുകയാണ്. അടുത്തിടെയായിട്ട് അതൊക്കെ ന്യൂസിൽ വരും. അതും നീയൊക്കെ ഇങ്ങനെ തന്നെ പറഞ്ഞുണ്ടാക്കുമോ? നിനക്ക് വികാരി അച്ഛൻ അല്ലെങ്കിൽ വികാരി, ഒരു വികാരി എന്നാൽ എന്ത് അറിയുമോ? ഒരു സഭ എന്നാൽ എന്ത് അറിയുമോ? ഞാനും കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ക്രിസ്ത്യാനി എന്നാൽ ഒരുപാട് സൗമ്യതയുള്ളവരും ഒത്തിരി വിവേകമുള്ളവരുമാണ്, ശാന്തശീലരുമാണ്. അതുകൊണ്ട് മാത്രമാണ് നീ പറഞ്ഞ ഈ വാക്കുകൾക്ക് ഞങ്ങൾ ഇങ്ങനെ മറുപടി തരുന്നത്. ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാത്തവരല്ല, പ്രതികരണശേഷി നന്നായിട്ട് ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഞങ്ങളെ ക്രിസ്തുദേവൻ പഠിപ്പിച്ചത് സമാധാനപ്രിയരും ശാന്തരുമാകുവിൻ എന്നാണ്. അതുപോലെ തന്നെ നല്ല വിവേകമുള്ളവരുമാണ്. നിനക്ക് വായി തോന്നിയവാസം വിളിച്ച് പറയുമ്പോൾ തോന്നിപ്പാട്ടും പാടി നടക്കുന്നവരല്ല ക്രിസ്ത്യാനികൾ. ഞാനിവിടെ ജാതി മതം എന്നുള്ള കാര്യം പറയാനല്ല വന്നത്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലോട്ട് ഞാൻ കടക്കുന്നില്ല. നിന്നോട് എനിക്ക് പറയാനുള്ള ആദ്യം വികാരി എന്തെന്നറിയണം, ആദ്യം സഭ എന്തെന്നറിയണം. എന്നിട്ട് വേണം നീ ഇതുപോലെ വായി തോന്നിയവാസങ്ങൾ വിളിച്ച് പറയാൻ. ഇതൊന്നും അറിയാത്ത നീ വന്നിരുന്നിട്ട് വിഷം തുപ്പുന്നവനാണ് ബിഷപ്പ്, വികാരം കൊള്ളുന്നവനാണ് വികാരിയച്ഛൻ, മുലക്കച്ചയും കെട്ടി നടക്കുന്നുണ്ട്. നീ നോവിച്ചത് ഒരു സഭയെ, ഒരു മതത്തെ. ഇതിന് നീ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇതിന് നിന്നെക്കൊണ്ട് മറുപടി പറയിപ്പിക്കും. പിന്നെ അടുത്തത് എന്താണ്? വികാരിയച്ഛൻ എന്ന ഒരു പദം വാങ്ങാനായിട്ട് ഒത്തിരി പാടുപെടേണ്ടി വരും. ഒത്തിരി സഹനങ്ങൾ സഹിച്ചിട്ട് തന്നെയാണ് അവർ ആ പദം വാങ്ങുന്നതും. ജാതി മതം നോക്കാതെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ജാതി മതം നോക്കാതെ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. ആ സഹായിക്കാനുള്ള മനസ്സ് ഉണ്ടാവണമെങ്കിൽ പോലും അതിനൊരു നിലവാരമൊക്കെ വേണം. വെറുതെ വായി തോന്നിയവാസവും പറഞ്ഞ് നടന്നാലൊന്നും നിലവാരം വരത്തില്ല. നിങ്ങൾ എന്നെ പറഞ്ഞ് നടക്കുന്നുണ്ട്. എന്തിനാണ് ഒരു വികാരിയച്ഛൻ? അവരുടെ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ, വലത് കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയാൻ പാടില്ല എന്ന്. എന്നിട്ട് എന്തിന് ഈ വികാരിയച്ഛൻ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നു? വികാരിയച്ഛനാണോ പറഞ്ഞു നടന്നത്? ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണക്കാരാരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? വികാരിയച്ഛൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇന്നത് കൊടുക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ബിഷപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ രേണുസുതിക്ക് ഇത്ര സെൻറ്റ് സ്ഥലം കൊടുക്കും എന്ന് പറഞ്ഞു നടന്നോ? ഇല്ല. ഒരു 24x ആ ഒരു പരിപാടിയിൽ, 24ൻ്റെ പരിപാടിയിൽ നമ്മൾ ശ്രീകണ്ഠൻ സാറ് രേണുസുതിക്ക് ആ സ്ഥലം കൊടുത്തൂടെ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വച്ച് പുള്ളിക്കാരൻ സമ്മതിച്ചു, ഓക്കെ ഞാൻ കൊടുത്തേക്കാന്ന്. അങ്ങനെ കൊടുക്കേണ്ടി വന്നു. അതിനുശേഷം ആ സ്ഥലത്തെക്കുറിച്ചും ആ വീടിനെക്കുറിച്ചും ഫിറോസിക്ക വീട് വെച്ച് കൊടുത്തതിന് ശേഷം ആ വീടിൻ്റെ ഓരോ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് സഹായിച്ചവരുടെ നേരെ ആവശ്യമില്ലാത്ത വാക്കുകൾ ഉന്നയിച്ച് ഓരോ പ്രശ്നങ്ങൾ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ വാക്കുകൾ പിന്നെ പൊന്തി വന്നത്. ഈ ഒരു വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറഞ്ഞ് തന്നെയാണ് ഈ സഹായിക്കുന്ന എല്ലാ ആൾക്കാരും സഹായിക്കുന്നത്. പക്ഷെ അവരെ കൊണ്ട് പറയിപ്പിക്കുന്നത് നിന്നെപ്പോലുള്ളവരുടെ നാവുകളാണ്. നിന്നെപ്പോലെ ഈ രേഷ്മ തങ്കച്ചനെയും പോലുള്ള ആൾക്കാരും. അവളെയൊക്കെ രേണുസുതി എന്ന് പറയേണ്ട കാലങ്ങൾ കഴിഞ്ഞു. കാരണം സുതി എന്ന പേരിൽ അവൾ ഒരുപാടുണ്ടാക്കി. ഇപ്പോൾ അവൾ വൈറലായിട്ട് നിൽപ്പുണ്ടെങ്കിലും സുതി എന്ന പേര് വെച്ചിട്ട് തന്നെയാണ്. ഇനി അവൾക്ക് ആ സുതി എന്ന പേര് ആവശ്യമില്ല. അവളുടെ പേര് രേഷ്മ തങ്കച്ചൻ എന്നാണ് ആണല്ലോ. അവളുടെ ഐഡി അങ്ങനെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ അവളെ രേഷ്മ തങ്കച്ചൻ എന്ന് അറിഞ്ഞാൽ മതി.
അപ്പോൾ ഈ രേഷ്മ തങ്കച്ചൻ സുധിയുടെ പേരും പറഞ്ഞുകൊണ്ട് സുധിച്ചേട്ടൻ മരിച്ച് കഴിഞ്ഞ് 1 മാസങ്ങൾക്ക് അകത്ത് വെച്ച് തന്നെ അവൾ പ്രഗ്നൻ്റ് ആവുന്നു. ഏതെങ്കിലും ഒരു ഭർത്താവിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാര്യ നല്ലവണ്ണം ആത്മാർത്ഥം ഇത്രയും എവിടെ പോയാലും എന്താ ബിഗ് ബോസിൽ വന്നപ്പോൾ സുധിച്ചേട്ടാ ഞാൻ വന്നു എവിടെ പോയാലും സുധി. പിന്നെ ഈ പറയും പോലെ ഇതുപോലെ ഒരു സോഫ എടുത്ത് വെച്ചിട്ട് ആ സോഫയുടെ ബാക്കിൽ സുധിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഏത് ഇൻ്റർവ്യൂ കൊടുത്താലും അവിടെ ആ സുധിച്ചേട്ടൻ്റെ ഒരു ഫോട്ടോ. അതല്ല സ്നേഹം. ഒത്തിരി വിധവകൾ ഈ നാട്ടിലുണ്ട്, അവരൊക്കെ ജീവിച്ച് കാണിക്കുന്നുമുണ്ട്. ഇത് വല്ലാത്തൊരു വിധവയായിപ്പോയി. ആ വിധവയ്ക്ക് കുറച്ച് പിൻഗാമികളും. അപ്പോൾ പൊങ്കാല ഇടാനുള്ളവർ പൊങ്കാല ഇടണം കേട്ടാ. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും സുധിയുടെ രേഷ്മ തങ്കച്ചൻ്റെ കാര്യവുമായിട്ട് വീണ്ടും വന്നേക്കുന്നത്. അമ്മ എന്ന പദത്തിൻ്റെ അർത്ഥം അറിയില്ല. കൊടുക്കുന്ന ഒരു കൈ വാങ്ങുന്നത് 2 കൈ അറിയാതെ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ആയുഷ്കാലം നമ്മുടെ മരണം വരെയും വരെ അത് മറക്കാൻ പാടില്ല. അവർക്ക് എന്നും നന്ദിയുള്ളവരായി കടമപ്പെട്ടവരായിരിക്കണം. പക്ഷെ കൊടുക്കുന്ന കൈക്ക് തന്നെ വിഷം തുപ്പുന്നവളാണ് ഈ രേഷ്മ തങ്കച്ചൻ. അവൾക്ക് വാല് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് PR വർക്കുകളും കുറച്ച് ആരൊക്കെയാണ് ഫ്രണ്ട്സുകളും കുറച്ച് അനിയത്തിയാണ് ചേട്ടത്തിയാന്ന് പറഞ്ഞ് കുറച്ച് പേര് ഇവിടെ ഇറങ്ങി നടപ്പുണ്ട്. കുറച്ച് ഫാൻസുകാരും നടപ്പുണ്ട്. അവൾ ജീവിച്ചോട്ടെ, അവൾ എങ്ങനെയും ജീവിച്ചോട്ടെ. നിനക്കെന്താ? നിനക്ക് നിൻ്റെ വഴി നോക്കിക്കൂടെ? നീ എന്തിനാ അവളെ പേരും പറഞ്ഞ് വിറ്റ് ജീവിക്കുന്നത്? അവളെ പേരും പറഞ്ഞ് വിറ്റ് ജീവിക്കുന്ന നേരം വേറെ എന്തെങ്കിലും ചെയ്യാം. ഞാൻ അതിന് വേറെ ഒന്നും പറയുന്നില്ല. അത് സോഷ്യൽ മീഡിയയാണ്. അതുകൊണ്ട് എനിക്കൊരു ലിമിറ്റുണ്ട് പറയുന്നതിനും. അതുകൊണ്ട് ആ വേർഡ്സും കൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ ആരാ എന്താന്ന് ഞാൻ നോക്കില്ല. നല്ലവണ്ണം പറയാൻ എനിക്കറിയാം. നല്ലവണ്ണം നിങ്ങൾ പറയുന്നതിൻ്റെ നല്ല 100 ഇരട്ടിയിൽ എനിക്ക് ഭാഷ അങ്ങോട്ടേക്ക് അറിയാം. പക്ഷെ ഞാനത് എടുക്കാത്തതാണ്. എന്നെ കൊണ്ട് എടുപ്പിക്കരുത്. ഒരു സഭയെ ആക്ഷേപിക്കുന്നതിന് മുമ്പ് സഭ എന്തെന്നും ആ വികാരി അച്ഛൻ എന്താണ്, ബിഷപ്പ് എന്ന പട്ടത്തിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു വികാരി എന്ന പദത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വികാരി എന്ന പട്ടത്തിൽ നിന്ന് ഒത്തിരി സഹനങ്ങൾ സഹിച്ച് ഒത്തിരി പട്ടങ്ങൾ കടന്നിട്ടാണ് ബിഷപ്പ് എന്ന പട്ടം ഉണ്ടാകുന്നത്. ആ ബിഷപ്പ് എന്ന പട്ടം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി സഹനങ്ങൾ സഹിക്കേണ്ടി വരും. നിസ്സാരം ഒരു ഭർത്താവ് മരിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ആ ഭർത്താവ് മരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം നിസ്സാരം എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. കാരണം നിനക്കത് നിസ്സാരമാണ് രേഷ്മ തങ്കച്ചൻ. അത് സുധിച്ചേട്ടൻ മരിച്ചതൊരു നിസ്സാരം തന്നെയാണ്. കാരണം ആ സമയത്തും സുധിച്ചേട്ടൻ മരിക്കുന്ന സമയത്ത് നിനക്ക് മറ്റ് പല ആണുങ്ങളുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനമാണ് സുധിച്ചേട്ടൻ മരിച്ച് 1 മാസം കഴിഞ്ഞതിന് ശേഷം നീ തലയിൽ കൂടെ ഷോൾ ഇട്ട് ആശുപത്രി വരാന്തകളിൽ കയറി ഇറങ്ങി അബോഷന് വേണ്ടിയിട്ട് നീ കയറി ഇറങ്ങിയത്. ഇപ്പം അതിൻ്റെ തെളിവെടുപ്പ് സഹിതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ തരംഗമായിട്ട് നീ മാറിയിട്ടുണ്ട്. എന്തായാലും നീ ബിഗ് ബോസിൽ നിന്ന് എന്തായാലും അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തെ ആഴ്ച നീ ഇറങ്ങും. നീ എന്തായാലും 100 ദിവസം പോയിട്ട് അതിൻ്റെ പകുതി പോലും തയ്ക്കാൻ പോകുന്നില്ല അവിടെ വെറുതെ. കാരണം പുറത്തുള്ള നിൻ്റെ ആ ഫാൻസിൻ്റെ എണ്ണം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് എണ്ണം നിന്നെ പിടിച്ച് ഇത്രയും നാളും സഹിച്ച് നിർത്തിയേക്കുന്നത്. നിന്നെക്കൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് അവർക്കും നന്നായിട്ട് അറിയാം. പിന്നെ ആകെ ഉള്ളത് നിനക്കൊന്ന് സംസാരിക്കാനുള്ള ഒരിതാണ്. നിന്നെക്കൊണ്ട് അവിടെ ഗെയിം കളിക്കാനോ വേറെ ഒരു പരിപാടിക്കും നിന്നെക്കൊണ്ട് കൊള്ളത്തില്ല. പിന്നെ ആ സംസാരത്തിൽ മൊത്തം പറയണത് ഫുള്ളും ഞാനൊന്നും പറയണില്ല. നിങ്ങൾ തന്നെ അത് കേട്ട് നോക്കണം. ബിഗ് ബോസിൽ അവൾ എന്താണ് ഉരിയാടുന്നത്, ബിഗ് ബോസിൽ അവൾ എന്താണ് പറയുന്നത്, അവൾ എന്താണ് പ്രവർത്തിക്കുന്നത്. അവൾ ബിഗ് ബോസിൽ പോയതിൻ്റെ അസൂയ കൊണ്ട് ഞാൻ പറയണമെന്ന്. ബിഗ് ബോസിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഒരു ടാലൻറ്റ്, ഒരു കഴിവ്. അതൊന്നും ഇല്ലാത്ത ഞാനൊക്കെ അസൂയപ്പെട്ടിട്ട് എന്ത് ചെയ്യാനാണ്? എനിക്ക് അതിലോട്ടൊന്നും ഒരു ഈഗോ ഇല്ല, ഒരു അസൂയയില്ല. പക്ഷേ ബിഗ് ബോസിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടാലൻറ്റ് വേണം, അതിനായിട്ടുള്ള കഴിവ് വേണം. അതൊന്നും ഇല്ലാതെ സുധിച്ചേട്ടൻ പോയതിന് ശേഷം സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞ് നടുറോട്ടിൽ കിടന്നും അവിടെ കിടന്നും ഇവിടെ കിടന്നും കുറച്ച് ഡാൻസും കുറച്ച് ഷോയും കാണിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇത്തിരി വൈറലായപ്പോഴത്തേക്കും ബിഗ് ബോസ് എണ്ണം വിചാരിച്ചു ഇത്രയും മില്യൻസും ഇത്രയും കമൻസും ഇത്രയും വ്യൂസൊക്കെ വരെയില്ലേ, അവളെ പിടിച്ച് ഞാൻ ബിഗ് ബോസിലേക്ക് ഇട്ടാൽ ബിഗ് ബോസിന് കുറച്ച് വ്യൂസ് കിട്ടുമെന്ന് തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോൾ വോട്ടിങ്ങൊക്കെ നല്ല താഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേഷ്മ തങ്കച്ചന്. ഒരു റിക്വസ്റ്റാണ്, ആ രേണുസുതി എന്ന് പറഞ്ഞ് ഇനി ശീലിക്കരുത്, ദൈവത്തെ ഓർത്ത്.
ഭയങ്കര ആ പാവം ആ ആത്മാവ് തന്നെ മേളിലിരുന്നുകൊണ്ട് വെറുതെ കരയണുണ്ടാവും. അത് മരിച്ചു പോയില്ലേ, അതിന് സമാധാനമായിട്ട് ജീവിക്കാൻ വിടുക. പിന്നെ നമ്മുടെ സജീന വ്ളോഗറിന് സഭയെയും സഭയിലെ രീതികളെയും അവമാനിച്ച സജീന വ്ളോഗറിന് 8ൻ്റെ പണി അല്ല 16 പോരാ 32ൻ്റെയൊക്കെ കടന്നു വരും. വെയിറ്റ് ചെയ്തിരുന്നോ, ഒന്നും വെറുതെ ആവില്ല, ഒരൊറ്റ വാക്കും വെറുതെ പോവില്ല. നീ പറഞ്ഞ എല്ലാ വാക്കിനും നീ കണക്ക് എണ്ണി പറയേണ്ടി വരും സജീന വ്ളോഗറെ. ഇത് നീ കാണുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. കണ്ടില്ലെങ്കിലും കാണാനിടയായാലും ഞാൻ വെല്ലുവിളിക്കുകയാണ്, ആദ്യം നീ സഭയെക്കുറിച്ച് പഠിച്ചിട്ട് വാ. തിരുസഭ എന്താണെന്ന് നീ ആദ്യം പഠിക്കുക. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സഭയെക്കുറിച്ച്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്. അതിനെ അവഹേളിക്കാൻ ഒന്നുമല്ല. പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു കോവിലിലെ മേൽശാന്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഉസ്താദിനെക്കുറിച്ചോ ഒരു ബിഷപ്പിനെക്കുറിച്ചോ ഒരു വികാരി യേശുവിനെ പറയാൻ നീ ആരാടിയേ? നീ ആരാണ്? നീ ഏത് ബ്ലോഗറാണ്? വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക. ഞാൻ കമൻറ്റ് ബോക്സിലിട്ട് വരുമല്ലോ അവളുടെ പിൻഗാമികൾ, നല്ല കമൻസുകളെല്ലാം ഒത്തിരി പേര് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്നതിലെല്ലാം സത്യമുണ്ടെന്ന് ഒത്തിരി പേര് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് പിൻഗാമികളുണ്ട് അവളെ തള്ളി കയറ്റാൻ. നിനക്ക് വേറെ പണിയില്ലേ? നീ എന്തിനാ രേണുസുതിയെയും പിടിച്ചുകൊണ്ട് നടക്കണേ? രേണുസുതിയിൽ നിന്ന് നീ കുറേ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എടോ, എൻ്റെ ചാനൽ മോണിറ്റൈസ് ആവാത്ത ചാനലാണ്. അതിൽ ഞാൻ എന്തുണ്ടാക്കാനാ? സത്യമായിട്ട് തുറന്ന് പറയണേന് എനിക്കൊരു ഉണ്ടാക്കലിൻ്റെ ആവശ്യമില്ല. എനിക്ക് അവളെ വിട്ടിട്ട് ഒരു പൈസയും കിട്ടാനുമില്ല. എനിക്ക് കുറച്ച് സത്യങ്ങൾ, ഇതിലും കൂടുതൽ സത്യങ്ങൾ ഞാൻ തെളിവെടുത്തുകൊണ്ടിരിക്കുക. ഇനിയും വരും. എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നും ഞാൻ പോസ്റ്റ് ഇടും. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു കമൻറ്റ് ഇട്ടോ. അപ്പോൾ നമുക്ക് കമൻറ്റിൽ കാണാം. നിങ്ങൾ പറ നിങ്ങളുടെ അഭിപ്രായം. നിങ്ങൾക്കാണ് ആരെങ്കിലും ഒരാൾ ഇതുപോലെ നന്ദി ചെയ്തെങ്കിൽ പിന്നെ ഒരു ദിവസം വന്നിട്ട് നന്ദി കേട് കാണിക്കുമോ? ഞാൻ കാണിക്കത്തില്ല. എന്നാൽ നന്ദി കേട് കാണിച്ച് ഇതുപോലത്തെ ടീംസിന് എന്ത് ചെയ്യണം, എന്ത് പറയണം, നിങ്ങൾ ജനങ്ങൾ പറ. ബാക്കി വായിക്കാം. ആയതുകൊണ്ട് ഇന്ന് വരെ ഈ വിഷയം സംബന്ധിച്ച് ആർക്കെതിരെയും ഒരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാതിരുന്നത് ഇനി വയ്യ. ഒരാൾക്ക് എത്ര ക്ഷമിക്കാൻ കഴിയും? എങ്കിലും അതിനപ്പുറം ക്ഷമിച്ചു കഴിഞ്ഞു. പ്രതികരിക്കേണ്ട വഴികൾ തിരഞ്ഞെടുത്തേ പറ്റൂ. അതായത് ഫിറോസ് ഭായ് നിരന്തരം വിളിച്ച് തെറി പറയുന്നവരെയും ഭീഷണിപ്പെടുത്തുന്നവർക്കും എതിരെയെല്ലാം നിയമത്തിന്റെ സഹായം തേടുകയാണ് ഇവിടെ ഫിറോസ് ഭായ്. അതുമായി ബന്ധപ്പെട്ട് ഫിറോസ് ഭായ് എന്റെ അടുത്ത് പറഞ്ഞ വോയിസ് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. എന്തായാലും നിങ്ങൾ അതൊന്ന് കേട്ടു നോക്ക്. സുധിയുടെ വീട് സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് ഒരാളും ഞങ്ങളോട് വന്നിട്ട് നിങ്ങൾ സുധിയുടെ മക്കൾക്ക് വീടുണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അവർ ഭയങ്കര കഷ്ടത്തിലാണെങ്കിൽ അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണെന്ന് ഞങ്ങളോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല. നമ്മൾ അങ്ങനെയാണ് സമൂഹത്തിൽ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ അടുത്തേക്ക് ഒരാൾ സഹായത്തിന് വരുന്ന സമയത്തല്ല നമ്മൾ സഹായിക്കേണ്ടത്. അതിൻ്റെ മുൻപ് നമ്മൾ അറിഞ്ഞ് സഹായിക്കണം എന്ന് അറിവുള്ള ആൾക്കാരായതുകൊണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു സഹായം സുധിയുടെ മക്കൾക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. അത് പിന്നീട് ഒരുപാട് വിവാദങ്ങളുണ്ടായി, ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് തെറികളൊക്കെ ഉണ്ടായി. ആ സമയത്ത് തങ്കപ്പൻ ചേട്ടൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. ഞങ്ങളാരും അവരുടെ കയ്യോ കാലോ പിടിക്കാൻ പോയിട്ട് ഞങ്ങളുടെ മക്കളെ സഹായിക്കൂ അതേ ടൂണിൽ തന്നെയാണ് അയാൾ പറഞ്ഞത് എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ലേ എന്ന്. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവരിങ്ങോട്ട് വന്ന് സഹായിച്ചതല്ല, അവർക്കത് വേണം എന്നുള്ളൊരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾക്കത് കിട്ടണം, ഞങ്ങളത് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് അവരും കൂടെ അംഗീകരിച്ചെന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നിയമ നടപടികളുമായിട്ട് ഒരിക്കലും മുന്നോട്ട് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ ഉണ്ടായിരുന്നത്. തെറി വിളിക്കുന്നവർ വിളിക്കട്ടെ, ആരോപണം ഉന്നയിക്കട്ടെ, നമ്മൾ നമ്മുടെ കാര്യം. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി, ഒരുപാട് അധികമായി തുടങ്ങി. ഇതൊക്കെ നിർത്തേണ്ട അല്ലെങ്കിൽ അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാനിതൊക്കെ എന്നോ കിറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഞാൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വൈകാരികമായി പ്രതികരിക്കേണ്ട ആളും ഞാൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളും ഞാൻ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ വളരെ ലിമിറ്റായിട്ട് പ്രതികരിച്ച്, ഞാൻ വളരെ മാന്യമായി പ്രതികരിച്ച് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരികയുണ്ടായത്. ഈവൻ ദോ ഇപ്പോൾ ഹനാൻ അടുത്ത ദിവസം ഉന്നയിച്ച ഒരു ആരോപണം അതുപോലും എനിക്ക് മുൻപ് അറിയാമായിരുന്നു. പക്ഷെ അതിനകത്തുള്ളൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ NSS ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ഹോസ്പിറ്റൽ വെച്ചിട്ടല്ല അത് സംഭവിച്ചിട്ടുള്ളത്, ആ ഒരു ഇഷ്യൂ നടന്നിട്ടുള്ളത്. അപ്പോൾ അതുപോലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എനിക്ക് അറിയാനായിട്ട് പോലും ഞാൻ മാന്യതയുടെ അതിർവരമ്പുകൾ വിട്ടിട്ടോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിലേക്കോ ഒന്നും ഞാൻ പോയിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും നിരന്തരമായിട്ട് നമ്മളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും ഞാനിതിൻ്റെ പുറകെ തന്നെ പോകും, അതിനകത്ത് സംശയമൊന്നുമില്ല. അതിൻ്റെ ഏതറ്റം വരെ വേണമെങ്കിലും ഏതറ്റം വരെ പോകും. പക്ഷേ ഏതറ്റം വരെ പോകാൻ വളരെ ഈസിയാണ്. അതിനകത്ത് ക്രൈം ചെയ്തിട്ടുള്ള ആൾ ഒരുപാട് തെളിവുകൾ അവശേഷിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് പിന്നെ വലിയ തലവേദനകളൊന്നുമില്ല അതിനകത്ത്.
ഓക്കെ, ഇവിടെ ഫിറോസ് ഭായ് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, നന്ദി ചെയ്തതാ, സഹായം ചെയ്തിട്ട് നാട്ടുകാരുടെ വായിലിരിക്കുന്ന തെറിവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ. ആ മാനസിക അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞാനോ നിങ്ങളോ നാളെ ഒരാളെ സഹായിക്കാണ്, അടുത്ത ദിവസം മുതൽ അയാൾ നമ്മളെ വന്ന് തെറി വിളിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ കൂട്ടത്തുള്ള ആൾക്കാർ നമ്മളെ വന്ന് തെറി വിളിക്കുന്നു. എന്തവസ്ഥയുടെ, നമ്മുടെ കയ്യിലിരുന്ന പൈസയും പോയി, കടിക്കുന്ന പട്ടിയും കിട്ടി. ഈ അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവുന്നത്. എന്തായാലും ഫിറോസ് ഭായ് കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാറ്, റെസിപ്റ്റ് ഓഫ് അക്നോളജ്മെന്റ് കംപ്ലൈന്റ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആകെ മൊത്തം ചലവും കുളവും ആകുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്തായാലും രേണു ആർമി ആകപ്പെടുന്ന അവസ്ഥയിലാണ്. PR ഏറ്റെടുത്തും കൊണ്ട് ബാക്കിയുള്ളവരെ തെറി വിളിക്കാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഇനി അത്യാവശ്യം കയറി ഇറങ്ങി ഓടി നടക്കേണ്ടി വരും. നിങ്ങളെ തൂക്കിക്കൊല്ലാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പോകുന്നില്ല. പക്ഷെ കയ്യിലിരിക്കുന്ന കുറെ പൈസയും സമയവും എല്ലാം പാഴാകും. നല്ലപോലെ കയറി ഇറങ്ങി വക്കീലിനും കൊടുത്ത് സ്റ്റേഷനിലും കയറി ഇറങ്ങി അതും ഇതൊക്കെയായിട്ട് നല്ലപോലെ പൈസകൾ വെട്ടിപ്പായിട്ട് പോകും. ചേച്ചിമാരിൽ നല്ല പൈസ കാണുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ഈ കുന്തളിപ്പിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഒരാളെ പോയിട്ട് തെറി വിളിക്കുക, അല്ലെങ്കിൽ തോന്നിവാസം വിളിച്ചു പറയുക, പല അപരാധങ്ങളും വിളിച്ചു പറയുക. എന്തോന്നടേ വെള്ളരിക്കപ്പെട്ടണോ? ഒരാൾക്ക് നന്ദി ചെയ്തിട്ടാണ് അങ്ങേര് ഇതെല്ലാം കേൾക്കുന്നത്. ഒരു സഹായം ചെയ്ത് ആരോരുമില്ലാത്ത ആൾക്കാർക്ക് ഒരു വീടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹായം ചെയ്തതാ ഏറ്റെടുത്ത്. എന്റെ തന്നെ മേൽനോട്ടത്തിൽ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്തു കൊടുത്തപ്പോൾ അവസാനം അവരും മുണ്ടോക്കി കാണിച്ചു. അതിനുശേഷം അതിന്റെ കൂടെ ചുക്കാൻ പിടിച്ച് കുറെ എണ്ണ. എന്തായാലും എല്ലാത്തിനും ഇപ്പൊ കിട്ടും. വാങ്ങിച്ച് ഇപ്പൊ ഇൻഡാസും കൊണ്ട് അകത്ത് ഇറക്കട്ടെ. അകത്ത് ഞാൻ പറഞ്ഞില്ലേ പൂട്ടിയിടാനൊന്നും പോണില്ല. പക്ഷെ കയറി ഇറങ്ങി സ്വന്തം കയ്യിലെ കുറെ പൈസയൊക്കെ അങ്ങ് നല്ല വെടിപ്പിന് നഷ്ടപ്പെടും. അപ്പൊ തന്നെ കുറെ പട്ടിക്കും, പിന്നെ പോലീസുകാരെ വായിലിരിക്കുന്നതും കൂടി കുറെ കിട്ടും. അതൊക്കെ ആവുമ്പം ചേച്ചിമാർക്ക് അത്യാവശ്യം സമാധാനം. പിന്നെ അങ്ങനെ ഡിഫമേഷനും കൂടി കൊടുത്ത് വേറെ രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോടതിയിൽ കുറെ കെട്ടി വെക്കേണ്ടി വരും. മൊത്തത്തിൽ ആടെ പടലം തേഞ്ഞിട്ടും. അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ സൂക്ഷിച്ചോ, കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കുന്നത് ഞാനും കാണുന്നുണ്ട്. കണ്ടില്ല എന്നൊന്നും പറയരുത്. അതുപോലെ ഇൻബോക്സിൽ വരുന്നതിനൊക്കെ ചിലതിനൊക്കെ ഞാൻ നല്ല മറുപടി തന്നു വിടുന്നുണ്ട്. എങ്ങനെ കൊള്ളാവോ? കേട്ടിരുന്നോ? ഇനി ബാക്കി ഫിറോസൊക്കെ പറയാനായിട്ട് നോക്കാം. അല്ല, ഇതിനകത്ത് നമ്മളൊരു ആക്ച്വലി ഇതൊരു ഉപകാരം ചെയ്ത് കഴിഞ്ഞിട്ട് വളരെയധികം മാനസികമായിട്ടും വളരെയധികം എന്താ പറയുക സാമ്പത്തികമായിട്ടും നമ്മൾ അതിനൊരുപാട് ആക്റ്റീവായി നിന്ന് വളരെയധികം സപ്പോർട്ടീവായിട്ട് നിന്നിട്ട് അതിൻ്റെ പേരിൽ സൈബർ അറ്റാക്കും, അതിൻ്റെ പേരിൽ തെറിയും, അതിൻ്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങളും, അതിൻ്റെ പേരിൽ എന്താ പറയുക ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. തന്തയ്ക്ക് വിളിക്കുന്നത്, തള്ളയ്ക്ക് വിളിക്കുന്നത്, മക്കൾക്ക് വിളിക്കുന്നത്, വൈഫിനെ വിളിക്കുന്നത്, എന്നെ വിളിക്കുന്നത്. വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ സത്യം ഞാനീ പറയുന്നത്. ഇത് അതിഭീകരമായൊരവസ്ഥയാണ്. ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ നമ്മൾ ഗോവിന്ദചാമിനെ ഒരാൾ തെറി വിളിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് ഊഹിക്കാൻ കഴിയും അതെന്തുകൊണ്ടാണ് അത് വിളിക്കുന്നത് എന്നുള്ളത്. ഇത് ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്ന ഒരു ആക്സിഡൻറ്റിൽ അച്ഛൻ മരിച്ച 2 കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി എന്നെപ്പോലെ ഒരാൾ മുന്നിട്ടിറങ്ങി. അതിൽ എൻ്റെ കൂടെ സഹായിക്കാൻ കുറച്ച് ആൾക്കാർ എന്നെ സപ്പോർട്ടീവായിട്ട് നിന്ന്. അതിൻ്റെ പേരിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാൻ എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? രേണു വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത്, അതായത് എൻ്റെ വീട് ചോരുന്നുണ്ട് എന്ന് പറഞ്ഞത്, അത് ചോരലല്ല ചാറ്റലാണ് എന്ന് അവരെ തിരുത്തി എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഇത് വളരെ വളരെ സങ്കടകരമാണ്. വളരെ വളരെ എന്താ പറയുക മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇത്. വളരെ പ്രയാസം നേരിട്ടൊരു സംഭവമാണ് ഈ രേണുവിനെ അല്ലെങ്കിൽ രേണുവിൻ്റെ കുടുംബത്തെ സഹായിച്ചു എന്നത്. എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ ഒരു മണ്ടത്തരം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇനി എന്തായാലും നമ്മൾ കുറേയൊക്കെ തോറ്റു കൊടുത്തു. ഞാൻ തോറ്റു കൊടുക്കാൻ പഠിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് കുറേ തോറ്റു കൊടുത്തു, കുറേ തെറികൾക്കും. അല്ലെങ്കിൽ ഞാൻ ഇതുവരെ എൻ്റെ മാന്യമായ ഭാഷ വിട്ടിട്ട് ഞാൻ ഇതുവരെ എവിടെയും ഞാൻ പ്രതികരിച്ചിട്ടില്ല. എൻ്റെ പേജിലാണെങ്കിലും അതേപോലെ എൻ്റെ ഇൻ്റർവ്യൂസിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാൻ പ്രതികരിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് നമ്മളെ തെറി പറയുക എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായിട്ട് എല്ലാവരെയും പൂട്ടണം. അത് നല്ല രീതിയിൽ തന്നെ ഞാൻ പൂട്ടുകയും ചെയ്യും. എന്നെ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുളിച്ച് തോർത്തി കുളിച്ച് കുട്ടപ്പനായി സുന്ദരനായി കീർത്തുള്ളൂ. അത് ഇറങ്ങാൻ കുറച്ച് ടൈം എടുക്കും. ഇറങ്ങുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തവണ പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ മരണം വരെ അവർ ഓർക്കുന്ന പേര് എൻ്റേതായിരിക്കും. അത് അങ്ങനെ തന്നെയാണത്. അതിൻ്റെ എൻഡ് കണ്ടിട്ടേ ഞാൻ നിൽക്കാറുള്ളൂ. ഇവിടെയും അത് തന്നെയാണ് എൻ്റെ തീരുമാനം. എന്നെ ആരൊക്കെ ഇതിൽ ചൊറിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നെ ആരൊക്കെ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ തെറി പറഞ്ഞിട്ടുണ്ടോ, ചീത്ത പറഞ്ഞിട്ടുണ്ടോ, അവരെല്ലാവരെയും ഞാൻ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ലോക്ക് ചെയ്യും. നിയമപരമായിട്ടല്ലേ, കായികപരമായിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ വായ കൊണ്ട് തെറി വിളിച്ചിട്ടോ
പിന്നെ ഈ തെറി വിളിക്കുന്ന ടീംസിന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും ഫിറോസ് ഭായ് അത്യാവശ്യം നല്ല രീതിയിൽ പണി തരും. ഈ പറഞ്ഞതുപോലെ കുറെ പൈസയും പോകും, സമയവും പോകും, കയറി ഇറങ്ങി വേർത്ത് കുളിച്ച് നല്ലപോലെ അവസാനം ഒന്ന് മാപ്പ് പറഞ്ഞിട്ട് പോയേണ്ട അവസ്ഥ നീക്ക് എത്തുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നല്ല രീതിയിൽ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു കേട്ടോ, സത്യം എനിക്ക് തന്നെ എന്തോ പോലെ വിഷമം തോന്നുകയാണ്. അങ്ങോട്ട് ഒരു കാര്യത്തിൽ മുൻകൈ എടുത്ത് നിന്ന് സഹായം ചെയ്യുന്നു, അതിനുശേഷം അതിന്റെ പേരിൽ നിരന്തരം ഭീഷണികളും കുടുംബത്തിലിരിക്കുന്നവരെ തെറിവിളിക്കുക, അങ്ങനത്തെ പല രീതിയിലുള്ള മോശം അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫെയർ ആണോ? നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു രീതിയിൽ ആലോചിച്ച് നോക്ക്. എനിക്കാണെങ്കിൽ എത്തും പിടിയും കിട്ടുന്നില്ല. എന്ത് വിഷയമാണ് ഇവിടെ നടന്നു പോകുന്നതെന്ന്. ഇത്രയും വിവരമില്ലാത്ത സാധനങ്ങളാണല്ലോ രേണു ആർമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ കുറെ എണ്ണം നൂലും പിടിച്ചുകൊണ്ട് വന്ന് ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തെ മാക്സിമം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു കേസ് കൊടുത്ത് നല്ല രീതിയിൽ അതിനെ ഫോളോ അപ്പ് ചെയ്ത് പോകണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടല്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു രീതിയിൽ ഒരു കുറ്റം ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പരസ്യമായിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ ഇടവച്ചതും ഇടയുണ്ടാക്കിയതും ആരാ? രേണുസുതി തന്നെയാണ്. ഓൺലൈൻ മീഡിയാസിനെയും വിളിച്ചും കൊണ്ട് കിന്ന് തുറന്നു വിട്ട് അതിനുശേഷം തങ്കം ചേട്ടൻ ചൊറണ്ടി ഇളകണം. എന്ത് പറയാൻ നിങ്ങൾ തന്നെ പറയാം ഇതിനൊക്കെ മറുപടി. ഇതിനൊന്നും ഒറ്റ എണ്ണത്തിനെ വെറുതെ വിടല്. എന്തായാലും രണസുന്നെ വെളിയിൽ ഇറങ്ങിയിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത് ദൈവത്തിനറിയാം. അത് നമുക്ക് അപ്പ വാച്ച് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങൾ തന്നെ ഇതിനൊക്കെ ഒരു ഉത്തരം പറയണം സുഹൃത്തുക്കളെ. എനിക്കാണെങ്കിൽ കേട്ടിട്ട് വയ്യ അദ്ദേഹത്തിന്റെയും ബിഷപ്പിന്റെയും മറുനാടന്റെ ഒക്കെ അവസ്ഥ. മറുനാടൻ പിന്നെ ഇപ്പോഴങ്ങ് പോയി. പക്ഷെ ബിഷപ്പ് ഇദ്ദേഹം തന്നെ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരം. അല്ലാണ്ട് എന്ത് പറയാൻ, വല്ലാത്ത അവസ്ഥ. ഗതി കെട്ടിട്ടാണ് അദ്ദേഹം ഈ കേസ് കൊണ്ടുകൊടുത്തിട്ടുള്ളത്. എന്റെ അടുത്ത് സംസാരിച്ചതായിരുന്നു. വളരെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത്. കാരണം വേറെ ഒന്നുമല്ലടാ, കുടുംബത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ, ഭാര്യയും മക്കളെ അടക്കം ഈ നാറികളും നാറിച്ചികളും വന്ന് തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ എത്രത്തോളം താങ്ങാൻ പറ്റും? ഗതി കെട്ടിട്ട് അദ്ദേഹം കേസ് കൊടുത്ത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വാങ്ങിച്ചു വെച്ചോ ഇൻഡാസുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ടാണ്.